And let us just dive into the Word of God. നമുക്ക് നമ്മുടെ ശ്രദ്ധയെ ദൈവവചനത്തിലേക്ക് തിരിക്കാം. And today the topic was given to me from 1 Corinthians chapter 10 verse 31. ഇന്ന് എനിക്ക് നൽകിയ ചിന്താ വിഷയം 1 കൊരിന്ത്യർ ലേഖനം 10 അധ്യായം 31 വാക്യത്തിൽ നിന്നുമാണ്. And it says such, whether there ye eat or drink or whatsoever ye do all to the glory of God. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവീൻ. Let's just bow our head for 1 minute, 1 second. ഒരു നിമിഷം തലവണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. Heavenly Father in heaven, സ്വർഗ്ഗസ്ഥനായ പിതാവേ, oh speak to us Lord. ഞങ്ങളോട് സംസാരിക്കണമേ കർത്താവേ. We are here because you are great. അങ്ങയുടെ കൃപയാൽ മാത്രമാണ് ഞങ്ങൾ ഇവിടെ In ആയിരിക്കുന്നത്. Jesus name. യേശുവിൻ നാമത്തിൽ. Amen. Hallelujah. Praise the Lord. One more time it says, verse 31, it says, do all to the glory of God. 31 വാക്യം നമ്മെ ഓർപ്പിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവീൻ. Whatever we do for the glory of God. നാം എന്ത് ചെയ്താലും അത് ദൈവത്തിന്റെ മഹത്വത്തിനാകണം. And where does this all come from? ഇതെല്ലാം എവിടെ നിന്നുമാണ് വരുന്നത്? The all is not possible by human in nature. ഇത് മനുഷ്യ പ്രകൃതം വെച്ചാൽ സാധ്യമാകാത്ത കാര്യങ്ങളാണ്. If we look at the mechanical engines, the efficiency of an engine is 40 to 60%. നാം ഒരു മെക്കാനിക്കൽ എഞ്ചിന്റെ കപ്പാസിറ്റി നോക്കിയാൽ അത് 45 മുതൽ 56 വരെ പെർസെന്റേജ് ആണ്. That is high efficiency. അതാണ് അതിന്റെ ഏറ്റവും ഉയർന്ന പ്രാപ്തി എന്നത്. The rest is lost. അത് ബാക്കി അത് നഷ്ടമാകുന്നതാണ്. The human efficiency is below that. അതിനേക്കാൾ കുറവാണ് മനുഷ്യന്റെ ശേഷി എന്നത്. So where does this all come from? അങ്ങനെയെങ്കിൽ ഇതെല്ലാം എവിടെ നിന്നുമാണ് വരുന്നത്? The Bible says all. ബൈബിൾ പറയുന്നു സകലവും. And it says that whatever you do for his glory alone. അത് നമ്മെ ഓർപ്പിക്കുന്നത് നാം എന്ത് ചെയ്താലും അവന്റെ മഹത്വത്തിന് വേണ്ടി മാത്രമായിരിക്കണം. If you're eating, you're glorifying God. നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, and if you're eating, when you're eating, you're glorifying God. കഴിച്ചാൽ അത് ദൈവത്തിന് മഹത്വമായി തീരണം. If you're sleeping, you're glorifying God. നിങ്ങൾ ഉറങ്ങിയാൽ അത് ദൈവത്തിന് മഹത്വമാകണം. Just for a minute, think about it. നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചാൽ, you're washing your clothes and you're glorifying God. നിങ്ങൾ വസ്ത്രം കഴുകിയാൽ അത് ദൈവത്തിന്റെ മഹത്വത്തിന് ചിന്തിക്കണം. Have you ever thought, how is it possible? നിങ്ങൾ അത് എങ്ങനെ സാധ്യമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? As I was meditating the word of God, ഞാൻ ഈ വചനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ, oh, God took me to Genesis chapter 1. ദൈവം എന്നെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് നയിച്ചു. Oh, at the end of Genesis chapter 1 it says everything was good. 1-ാം അധ്യായത്തിന്റെ ഒടുവിൽ നാം വായിക്കുന്നത് എല്ലാം നല്ലതെന്ന് ദൈവം കണ്ടു. Oh, then God gave a restriction to Adam and Eve. ശേഷം ദൈവം ആദാമിനും ഹവ്വയ്ക്കും ചില നിബന്ധനകൾ വെച്ചു. And in the restriction it says do not do something. ചില കാര്യങ്ങൾ ചെയ്യരുതെന്ന് അവരെ ഓർപ്പിച്ചു. Do not eat such a fruit. നിങ്ങൾ ആ പ്രത്യേക ഫലം കഴിക്കരുത്. Verse 3 comes and here comes the serpents with a question. പിന്നീട് പിശാച് സർപ്പം അവിടെ ചോദ്യമായിട്ട് വരുന്നു. Have God said something or that is insignificance? ദൈവം അത്ര പ്രധാനമല്ലാത്ത കാര്യം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? That we cannot eat certain fruit or such. അങ്ങനെ ഒരു വൃക്ഷഫലം കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? Eve was very careful and said no, we can eat everything. ഹവ്വ വളരെ ശ്രദ്ധയോടെ പറഞ്ഞു അങ്ങനെയല്ല, എല്ലാം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. One thing is there. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. It says if you eat that, അത് കഴിക്കാമോ? and if you eat you will die. നീ അത് കഴിച്ചാൽ നീ മരിക്കുമെന്ന് പറഞ്ഞില്ലയോ? And then Satan puts a question mark. No, that's not true. പിശാച് അവിടെ ഒരു ചോദ്യം ഒരു കാര്യം പറയുകയാണ്, അത് ശരിയല്ല, അങ്ങനെ സംഭവിക്കില്ല. Before that question, നിങ്ങൾ ആ ചോദ്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ, perfect human being that was created, ദൈവം സൃഷ്ടിച്ച പൂർണ്ണനായ മനുഷ്യൻ, by God himself, ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, the author and engineer and programmer of the human being, മനുഷ്യന്റെ സൃഷ്ടിയുടെ മുഖ്യ കർത്താവും ശില്പിയുമായ ദൈവം. there was no imperfection in it. അവിടെ മനുഷ്യ സൃഷ്ടിയിൽ ഒരു അപൂർണതയും ഇല്ലായിരുന്നു. Until and unless somebody intervenes, there is no imperfection in it. മറ്റൊരു വ്യക്തി ആ മനുഷ്യ ജീവിതത്തിൽ ഇടപെടുന്നത് വരെ മനുഷ്യൻ പൂർണ്ണനായിരുന്നു. As the human being was introjected by the question,
that you are not going to die. അങ്ങനെ മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ മരിക്കത്തില്ല എന്നുള്ള ആ ചോദ്യം പിശാച് കൊണ്ടുവരുന്നത് വരെ And there was a perfection. അവിടെ അവർക്കൊരു പൂർണ്ണതയുണ്ടായിരുന്നു. In that, up till then, the God could give and receive the glory, all the glory. അതേസമയം ആ സമയം വരെ ഈ മനുഷ്യനിൽ നിന്നും സകല മഹത്വവും ദൈവത്തിന് ലഭിച്ചിരുന്നു. The mankind lost it all. എന്നാൽ പിന്നീട് ഇത് മനുഷ്യന് നഷ്ടമായി. Everything was lost. സകലവും നഷ്ടമാകുന്ന അവസ്ഥയിലെത്തി. And they went into this the dead mode. പിന്നീട് അവര് മരിപ്പാനിടയായി. And once a person is died, no matter what you're going to say, it's not going to affect them. നിങ്ങൾ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാലും മരിച്ച വ്യക്തിയോട് എന്ത് പറഞ്ഞാലും അത് അവരെ ബാധിക്കുകയില്ല. And God revived in one way. ദൈവം ഇങ്ങനെ ഒരു രീതിയിൽ ഇടപെടുകയാണ്. One way He revived human beings. ദൈവം മനുഷ്യവംശത്തെ വീണ്ടും ഒരു രീതിയിൽ അവരെ മടക്കി വരുത്തുന്നു. One way He revived man back to livelihood. മനുഷ്യൻ ജീവനിലേക്ക് മടങ്ങി വരുവാൻ ദൈവം വെച്ച ഒരേ ഒരു വഴി The blood of Jesus. അത് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ On the മാത്രമാണ്. cross of Calvary. ക്രൂശിൽ ഒഴുകിയ രക്തത്താൽ മാത്രമാണ്. There He gave all. അവിടെ അവൻ സകലവും നമുക്കായി There He gave all. ആ ക്രൂശിൽ നമുക്കായി സകലവും അവൻ And if you നിവർത്തിച്ചു. receive that power, നിങ്ങൾ ആ ശക്തി തിരിച്ചറിഞ്ഞാൽ so will you stand on the pedestal. നിങ്ങൾ ആ ശക്തിയുടെ അടിസ്ഥാനത്തിൽ നിലനിന്നാൽ The pedestal is called salvation. നിങ്ങൾ ആ രക്ഷയിൽ നിലനിന്നാൽ From that salvation, you are elevated to the next level. നിങ്ങൾ ആ രക്ഷയിൽ നിന്നും അടുത്ത തലത്തിലേക്ക് ഉയർത്തപ്പെടുവാനിടയാകും. Now you can give glory, all the glory to God. അങ്ങനെ നിങ്ങൾക്ക് ദൈവത്തിന് സകലവും മഹത്വം അർപ്പിക്കുന്ന തലത്തിലേക്ക് വരുവാൻ കഴിയും. Which was not possible before. എന്നാൽ അത് ഈ രക്ഷപ്പെടുന്നതിന് മുൻപ് സാധ്യമല്ലാതിരുന്ന കാര്യമാണ്. But from the Garden of Gethsemane. എന്നാൽ ഗെത്സമനെ തോട്ടം മുതൽ നാം ശ്രദ്ധിച്ചാൽ when He was earnestly praying. ക്രിസ്തു അവിടെ അതിശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന He സമയം said, if there is any way possible, ഇവിടെ സാധ്യമെങ്കിൽ എന്ന് കർത്താവ് പറയുകയാണ്. take this cup away from me. ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് He കർത്താവ് was പ്രാർത്ഥിച്ചു. sweating blood. അവൻ തന്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികൾ പോലെയായി. Will of my Father in heaven. എന്നാൽ എന്റെ പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം to destroy His beloved Son. തന്റെ സ്വന്തം പുത്രനെ തകർത്ത് കളയുന്നതാണെങ്കിൽ So you and I can stand on the pedestal called salvation. അങ്ങനെയെങ്കിൽ നമുക്ക് ആ ക്രിസ്തുവിലൂടെ ലഭ്യമായ രക്ഷയിൽ നിൽക്കുവാൻ കഴിയുന്നു. If you are standing on the pedestal of salvation, നിങ്ങൾ രക്ഷയിൽ നിൽക്കുന്ന സമയത്ത് there is no power that can interject no more. നിങ്ങളെ തകർക്കുവാൻ പിന്നീട് ഒരു ശക്തികൾക്കും സാധ്യമല്ല. Because you are bounded by the strength of Jesus Christ. കാരണം നിങ്ങൾ യേശുക്രിസ്തുവിന്റെ ശക്തിയാൽ ബലപ്പെട്ടിരിക്കുന്നു. No more. No more. എന്നാൽ ഇനി അശേഷമേ ഇല്ല. It is not no more. I am no more. ഇനി ഞാനേ അല്ല ജീവിക്കുന്നത്. It is the Christ who is in me. ഇനി എന്നിൽ ക്രിസ്തുവാണ് It is ജീവിക്കുന്നത്. the Christ in me. എന്നിൽ വസിക്കുന്ന ക്രിസ്തുവാണ് ജീവിക്കുന്നത്. No one can challenge you. അതിനെ വെല്ലുവിളിക്കുവാൻ തകർക്കുവാനും ആർക്കും No സാധ്യമല്ല. power can challenge you. ഒരു That. ശക്തിക്കും അതിനെ തകർക്കുവാൻ സാധ്യമല്ല. Praise the Lord. Praise the Lord. From that Golgotha, then He went to on Golgotha. From the Garden of Gethsemane, He went to Golgotha. ഗെത്സമന തോട്ടം മുതൽ താൻ ഗോൽഗോഥ മലയിലേക്ക് പുറപ്പെടുന്ന സമയം When He was there, mocked, beaten, and 39 times beaten, and spat on, and been destroyed in front of the world. അവിടെ ലോകം മുൻപാകെ ഈ ഗോൽഗോഥ മലയിൽ യേശു നിന്ദിക്കപ്പെട്ടവനായി മുറിവേറ്റവനായി 39 പ്രാവശ്യം അടിയേറ്റവനായി മുഖത്ത് തുപ്പലേറ്റവനായി നിൽക്കുകയാണ്. If my Father in heaven, എന്റെ സ്വർഗസ്ഥനായ പിതാവ് if He wanted to save His Son, തന്റെ പുത്രനെ അവനെ there രക്ഷിക്കണമായിരുന്നെങ്കിൽ is no power on this earth ഈ ഭൂമിയിൽ ഒരു ശക്തിക്കും that could have holded Him. അതിനെ തടയുവാൻ സാധ്യമല്ലായിരുന്നു. So that you and I can worship Him in truth and spirit. അങ്ങനെ നമുക്ക് ആ ക്രിസ്തുവിലൂടെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാനിടയായി. My Father in heaven opened the big salvation. എന്റെ സ്വർഗസ്ഥനായ പിതാവ് എനിക്ക് രക്ഷയുടെ വലിയ വാതിൽ തുറന്നു തന്നു. From that salvation, ആ രക്ഷയിലൂടെ you are able to do things which is humanly not possible. സാധാരണ മനുഷ്യന് സാധ്യമല്ലാതിരുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് ഇന്ന് കഴിയുന്നു. The people, when they are asked, could you please pray, could you please praise God,
നിങ്ങൾ ആളുകളോട് നിങ്ങൾക്ക് ദയവായി പ്രാർത്ഥിക്കാമോ ദൈവത്തെ സ്തുതിക്കാമോ എന്ന് Oh, ചോദിക്കുമ്പോൾ we continue saying, keep praising God. നമ്മൾ തുടർമാനമായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. Have you thought sometimes the praise is not coming? ചില സമയത്ത് അങ്ങനെയുള്ള സ്തുതിയുടെ ചിന്തകൾ നമുക്ക് ഉണ്ടാകുന്നില്ല. Oh, because you're not standing on the pedestal so-called salvation കാരണം of Christ. രക്ഷ എന്ന ശക്തമായ അടിസ്ഥാനത്തിൽ മേൽ നമ്മൾ നിലനിൽക്കാത്തത് കൊണ്ടാണത്. Because the blood of Jesus has a power. യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് ശക്തി. It has a power beyond belief. ഈ ആ രക്തത്തിൽ നമ്മെ ശുദ്ധീകരിക്കുവാൻ ശക്തിയുണ്ട്. Oh, the Isaiah chapter 6 says, യെശയ്യാ പ്രവചനം 6-ാം അധ്യായം in the പറയുന്നത് presence of Almighty God, സർവശക്തനായ ദൈവത്തിന് the മുൻപാകെ seraphim were worshiping him. അവിടെ സെറാഫുകൾ അവനെ ആരാധിക്കുന്നു. Oh, two, they covered their face. രണ്ടുകൊണ്ട് അവർ മുഖം മറയ്ക്കുന്നു. Two, they covered their feet. രണ്ടുകൊണ്ട് അവർ പാദം മറയ്ക്കുന്നു. Two, they flied with. രണ്ടുകൊണ്ട് അവർ പറന്നു നിൽക്കുന്നു. They looked at each other and said, holy, holy, holy is our Lord God Almighty. അവർ പരസ്പരം നോക്കിക്കൊണ്ട് പറയുന്നു പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ. Only it is possible അത് സാധ്യമാകുന്നത് if you are on that pedestal so-called salvation. നാം രക്ഷയിൽ നിലനിൽക്കുമ്പോൾ മാത്രമാണ്. Oh, you need to be completely in Christ. നാം പൂർണ്ണമായും ക്രിസ്തുവിലാകണം. And then we need to say to ourselves, I am no more. നാം പിന്നീട് നമ്മെ തന്നെ ഓർപ്പിക്കണം ഇനി ഞാനല്ല ജീവിക്കുന്നത്. Oh, my Christ lives in me. ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. Christ lives in me. ക്രിസ്തു എന്നിൽ വസിക്കുന്നു. Christ lives in me. ക്രിസ്തു എന്നിൽ വസിക്കുന്നു. Therefore I can stand. അതുകൊണ്ട് എനിക്ക് നിൽക്കുവാൻ കഴിയുന്നു. Therefore I can face. അതുകൊണ്ട് എനിക്ക് സാഹചര്യങ്ങളെ നേരിടുവാൻ കഴിയുന്നു. Because I may have no power. കാരണം എനിക്ക് ശക്തിയില്ല. But my God has all the power in the universe. എന്നാൽ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ശക്തിയും ദൈവത്തിനുണ്ട്. They say even the sun and moon, they bow down before this God. വചനം പറയുന്നു സൂര്യനും ചന്ദ്രനും എല്ലാം ഈ ദൈവമുമ്പാകെ അവനെ വണങ്ങുന്നു. Oh, they say this wind that has a power to destroy, it bow down before this God. സകലത്തെയും തകർക്കുവാൻ ശക്തിയുള്ള കൊടുങ്കാറ്റ് പോലും ഈ ദൈവമുമ്പാകെ വണങ്ങുന്നു. When the ship is battered in the sea, the wind listen to God. ഈ ഒരു കടലിലൂടെ പോകുന്ന കപ്പല് കാറ്റിനാൽ ബാധിക്കപ്പെട്ട് കഴിയുമ്പോൾ അതിനെ പോലെ നിയന്ത്രിപ്പാൻ ഈ ദൈവത്തിന് കഴിയുന്നു. When Israelites were finally released from the clutches of Egyptians, ഇസ്രായേൽ ജനം ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന സന്ദർഭത്തിൽ the Pharaoh decided, I'm not going to let even one go. ഫറവന്റെ തീരുമാനം അവരെ ഒരുത്തനെ പോലും വിടുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. Oh, there comes the power of blood that in the hands of minds of the pharaohs. എന്നാൽ ഇവിടെ ഫറവോന്റെ മനസ്സിലും കയ്യിലുമൊക്കെ രക്തത്തിന്റെ ചിന്ത വരികയാണ്. My God changed the laws of physics. എന്നാൽ ഈ ഭൗതിക ശാസ്ത്രത്തിന്റെ നിയമങ്ങൾ ദൈവം തിരുത്തി എഴുതി. The Red Sea stood like a wall. അവിടെ ചെങ്കടൽ മതിൽ പോലെ വിഭാഗിക്കപ്പെട്ടു. And then the God's people were able to go through. അങ്ങനെ ദൈവത്തിന്റെ ജനം അതിന് നടുവിലൂടെ പോകുവാൻ കഴിഞ്ഞു. But the Satan could not understand. He cannot use the same highway. എന്നാൽ പിശാചിന് ഇത് മനസ്സിലായില്ല. അവൻ അതേ പാതയിലൂടെ പോകുവാനും കഴിഞ്ഞില്ല. All of them were destroyed that day. അവരെ പിന്തുടർന്ന് വന്ന ശത്രുക്കൾ എല്ലാവരും ആ ചെങ്കടലിൽ തകർന്നു പോയി. It wasn't God's people. ഇത് ദൈവത്തിന്റെ ജനമല്ലായിരുന്നു. The people who were about to be destroyed by, they are the one who got destroyed. ഇവരെ തകർക്കുവാൻ വന്ന ആ ജനമാണ് ശത്രുക്കളാണ് അവരെ തകർക്കപ്പെട്ടത്. Oh Lord, it is not possible to please you, God. ദൈവമേ അങ്ങയെ പ്രസാദിപ്പിക്കുക എന്നത് സാധ്യമല്ലല്ലോ. It is not possible, humanly possible. മാനുഷികമായത് സാധ്യമല്ലാത്ത You കാര്യമാണ്. need to stand on that pedestal. അതുകൊണ്ട് നാം രക്ഷാനുഭവത്തിൽ നിലനിൽക്കേണ്ടതുണ്ട്. And then we need to say, in Christ all is possible. എന്നിട്ട് നാം ഉറപ്പോടെ പറയണം ക്രിസ്തുവിൽ സകലവും സാധ്യമാണ്. Praise the Lord. Praise the Lord. And as we are looking into the stories of Bible, നാം വേദപുസ്തകത്തിൽ ഈ സംഭവങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ and it says in the book of Ezekiel, എസെക്കിയേൽ പ്രവചനം നമ്മെ ഇങ്ങനെ ഓർപ്പിക്കുന്നു. chapter 27 verse 5, 27-ാം അധ്യായം 5-ാം വാക്യം നമ്മെ ഓർപ്പിക്കുന്നത്. excuse me, 47:5, 45-ാം അധ്യായം 5-ാം വാക്യം. it says without swimming it is not possible. It is no more possible to stand and walk in the water
because the water has reached the level. ഇവിടെ വെള്ളം അതിശക്തമായി ഉയർന്നു പൊങ്ങിയതുകൊണ്ട് അതിൽ നിൽക്കുവാനോ നടക്കുവാനോ സാധ്യമല്ലാത്ത അവസ്ഥയിലാണ്. And the ankle is wet. ഒന്നാമത് ഇവിടെ കാൽപാദങ്ങൾ കാലിന്റെ ആംഗിൾ വരെ മൂടിയിരിക്കുന്നു. You are still connected to the ground. അപ്പോഴും നിങ്ങൾ ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത്. I am just talking the walk of Christ. ഞാൻ ക്രിസ്തുവിന്റെ നടപ്പിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. You can walk and say, I'm doing something for Christ. നിങ്ങൾക്ക് നടന്നുകൊണ്ട് പറയും, ഞാൻ കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട്. Oh my God gives you thanks and the Holy Spirit protects you at that time. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. A little bit longer walk here, the water is up till your knee. നിങ്ങൾ അല്പം കൂടി മുൻപോട്ട് നടക്കുമ്പോൾ ആ വെള്ളത്തിന്റെ അളവ് ഉയർന്നു വരികയാണ്. As you are filling with the Holy Spirit, നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോൾ your stability on that ground that you're standing on is about to take off. നിങ്ങൾ നിൽക്കുന്ന ആ ഭൂമിയിൽ നിന്നും പിന്നീട് അല്പം ഉയരുവാനുള്ള സമയമായിരിക്കുന്നു. The water came all the way to your waist. നിങ്ങളുടെ അരയ്ക്കൊപ്പം വെള്ളം ഉയർന്നു വന്നിരിക്കുന്നു. Oh, the water kept rising. അവിടെ വെള്ളം അങ്ങനെ ഉയർന്നു പൊങ്ങി വരുന്നു. When you are in the Spirit of the Lord, നിങ്ങൾ പരിശുദ്ധാത്മാവ് എന്ന നദിയിൽ when നിന്ന് your connection from the ground it gives up, നിങ്ങളുടെ ഭൂമിയുമായുള്ള ബന്ധം മാറി ഉയർന്നു the വരികയാണ്. power of Holy Ghost take over. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കും. Then it is possible. അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? Then it is possible. അപ്പോൾ അത് സാധ്യമാകും. That you will be giving glory to God. അപ്പോഴാണ് നിങ്ങൾക്ക് ദൈവത്തിന്റെ സകല പ്രവൃത്തിയിലൂടെ മഹത്വം അർപ്പിക്കുവാൻ കഴിയുന്നത്. Your ground is grounded on the earth. അതുവരെ നിങ്ങൾ ഭൂമിയിൽ തന്നെയാണ് നിൽക്കുന്നത്. You are not able to worship, or God is not able to please, because you are still believing in your power. അതിന് കാരണം നിങ്ങൾക്ക് സ്വന്തം ശക്തികൾ കൊണ്ട് ശ്രമിക്കുന്നത് കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയാതെ വരുന്നു. There is nothing in us that God is pleasing. അങ്ങനെ വരുമ്പോൾ നമ്മളിൽ ദൈവത്തിന് പ്രസാദകരമായത് ഒന്നുമില്ല. Nothing in us that God can is pleaseful to God. നമ്മളിൽ ദൈവത്തിന് പ്രസാദകരമായി തീരാൻ പറ്റാത്തതൊന്നുമില്ല. That day that your feet is out of the touch with the ground. നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് നിങ്ങളുടെ കാൽപാദം ഉയർന്നു കഴിഞ്ഞാൽ, when you are completely relying in the power of the Holy Spirit, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ പൂർണ്ണമായും ആശ്രയിച്ചു തുടങ്ങുമ്പോൾ, you don't believe in your own self no more. പിന്നീട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശക്തിയിൽ ഇനി വിശ്വസിക്കാത്ത അവസ്ഥയിലേക്ക് ഉയരുമ്പോൾ, you don't say that my brain works better than yours. അപ്പോൾ നിങ്ങളുടെ ബുദ്ധിയേക്കാൾ എന്റെ ബുദ്ധി പ്രവർത്തിക്കുമെന്ന് പറയാത്ത തലത്തിൽ വരുമ്പോൾ, then is the power of the Holy Spirit comes through. അപ്പോൾ നിങ്ങളെ പിന്നീട് നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. As soon as your feet is off ground, അങ്ങനെ നിങ്ങൾ നിലത്ത് നിന്ന് നിങ്ങളുടെ പാദങ്ങൾ പൊങ്ങി കഴിയുമ്പോൾ, the Holy Spirit takes over. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കും. Oh, let's pray 2026. ഈ 2026 കുറിച്ചുള്ള പ്രാർത്ഥന. Hebron Puram. ഈ ഹെബ്രോൻ പുരത്ത് let the feet come off the ground. ഈ സ്ഥലത്ത് നിന്ന് നമ്മുടെ കാലുകൾ പാദങ്ങൾ പൊങ്ങട്ടെ. Every bond shall be broken. സകല ബന്ധനങ്ങളും അടിഞ്ഞു മാറട്ടെ. Every chains will be broken. സകല ചങ്ങലകളും അടിഞ്ഞു മാറട്ടെ. Oh, God is about to take over. ദൈവം നമ്മുടെ നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുക്കട്ടെ. is about to take over. നാമ നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകട്ടെ. And if you believe it today, ഇന്ന് നിങ്ങൾ അതിന് തയ്യാറാകുന്നുവെങ്കിൽ, oh, he is going to lift your feet off ground. അങ്ങനെയെങ്കിൽ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ കാൽപാദങ്ങളെ നിലത്ത് നിന്ന് ഉയർത്തുവാൻ യേശുവിന് കഴിയും. The Holy Spirit is going to take over. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കും. And then you watch how this state changes. അങ്ങനെ ഈ മാറ്റം വന്ന ഒരു തലത്തിലൂടെ നിങ്ങൾ മുൻപോട്ട് പോകുവാനിടയാകും. Moses decided to run away. മോശ ഒളിച്ചോടുവാൻ തീരുമാനിച്ചു. He grew up in the very affluent situation. വളരെ ശ്രേഷ്ഠമായ ജീവിത സാഹചര്യത്തിലാണ് താൻ വളർന്നത്. A prince of Egypt. ഈജിപ്തിന്റെ രാജകുമാരൻ. That's a powerhouse of the world at that time. അന്നത്തെ ലോകത്തിന്റെ തന്നെ ശക്തി കേന്ദ്രമാണ് ഈജിപ്തിലെ കൊട്ടാരം. But as soon as he saw his brothers were beaten, അവിടെ തന്റെ സഹോദരന്മാരെ ഉപദ്രവിക്കപ്പെടുന്നത് കണ്ടപ്പോ സമയത്ത് could not bear it. തനിക്കത് സഹിക്കുവാൻ കഴിഞ്ഞില്ല. Oh, he murdered and he ran away. താൻ അതിൽ ഒരുവനെ കൊന്നിട്ട് അവിടെ ഓടിപ്പോയി. And he ran away
away into the wilderness താൻ മരുഭൂമിയിലേക്കാണ് ഓടിയത്. because he knows the power of world will catch on to him. കാരണം അവര് തന്നെ പിടിച്ച് കീഴടക്കുമെന്ന് എനിക്കറിയാം. So he ran as far as possible. കഴിയുന്നത്ര ദൂരം താൻ ഒളിച്ചോടി. There comes the burning bush. പിന്നീട് അവിടെ കത്തുന്ന തീച്ചൂള. The Holy Spirit, the God said, take your slippers, you're standing on a holy ground. ആ കത്തുന്ന മുൾപടർപ്പിന് അടുക്കൽ വന്നപ്പോൾ ദൈവം പറഞ്ഞു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു മാറ്റുക. Up till that everything was well. അതുവരെ എല്ലാം കുഴപ്പമില്ലായിരുന്നു. But he did not know that God is going to send him back to that same place. എന്നാൽ ആ സ്ഥലത്തേക്ക് തന്നെ ദൈവം തന്നെ തിരിച്ചയക്കാൻ പോകുന്നുവെന്ന് മോശെ അറിഞ്ഞിരുന്നില്ല. All of a sudden Moshe feel like, I'm not able to speak well. വളരെ പെട്ടെന്ന് തന്നെ മോശ തിരിച്ചറിയുന്നു തനിക്ക് നന്നായി സംസാരിക്കാൻ പറ്റുന്നില്ല. All of a sudden he remembered, I stutter a lot. താൻ പെട്ടെന്ന് പറയുകയാണ്, ഞാൻ നന്നായി ചെയ്തു തുടങ്ങിയവനാണ്. Oh, said God, don't send me. ദൈവമേ എന്നെ അയക്കരുത് I'm എന്നാണ്. not the one. ഞാനല്ല അതിനെ പറ്റിയ ആളാ. But to Moses said, you are the one. എന്നാൽ ദൈവം പറഞ്ഞു, നീ തന്നെയാണ് മോശെ Praise the പോകേണ്ടത്. Lord, brothers, sisters in Christ. ക്രിസ്തുവിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, Don't look left or right. നിങ്ങളുടെ ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കേണ്ടതില്ല. Just remember, you are the one. നിങ്ങൾ തന്നെയാണ് ദൈവത്താൽ കണ്ടവൻ എന്ന് നിങ്ങൾ ഓർക്കുക. If you are stuttering today, great. ഇന്ന് നിങ്ങൾ അധികം കഷ്ടം സഹിക്കുന്നുവെങ്കിൽ, You are doubting yourself, great. ഇന്ന് നിങ്ങൾ സ്വയം വലിയൊരു പോരാട്ടത്തിലായിരിക്കുന്നുവെങ്കിൽ, If you say to yourself, I am nobody, great. ഞാൻ വലിയൊരു വ്യക്തി അല്ലെന്ന് സ്വയം God is ചിന്തിക്കുന്നുവെങ്കിൽ, about to take your feet off ground. എന്നാൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തും നിങ്ങൾ മുൻപോട്ട് ചലിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. He is going to take your feet off ground. നിങ്ങളുടെ നിലത്ത് നിന്ന് നമ്മുടെ കാൽപാദങ്ങളെ പൊക്കുവാൻ ദൈവം തയ്യാറാണ്. So the ministry can take a root. നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് ഒരു പുതിയ തലമുണ്ടാകാം. So the state of Kerala would come to Christ. അങ്ങനെ കേരള സംസ്ഥാനം മുഴുവൻ ക്രിസ്തുവിനെ അറിയും. My Bible says it is possible. ബൈബിൾ നമ്മെ ഓർപ്പിക്കുന്നു ഇത് സാധ്യമാണ്. Oh, it says if you ask the mountain to be moved, it will be moved. നീ വിശ്വാസത്തോടെ മലകളോട് നീങ്ങുവാൻ പറഞ്ഞാൽ അത് നീങ്ങുമെന്നാണ് പറയുന്നത്. Oh, God wants to use the people who says it is not possible by me. എന്നാൽ ഇത് സാധ്യമല്ലെന്ന് പറയുന്നവരെ സമ്മതിക്കുന്നവരെ ഉപയോഗിക്കുവാനാണ് ദൈവത്തിന് ഇഷ്ടം. Oh, if you believe in God, നിങ്ങൾ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചാൽ, first of all, my God is going to take your stubbornness away. അപ്പോൾ ദൈവം നിങ്ങളുടെ അസാധ്യമെന്നുള്ള ചിന്തകൾ തന്നെ എടുത്തു മാറ്റും. He is going to take your stubbornness away. നിങ്ങളുടെ സംസാരിക്കാനുള്ള വിക്കിനെ അവൻ എടുത്തു മാറ്റും. When you are talking to the people, നിങ്ങൾ ജനത്തോട് സംസാരിക്കുമ്പോൾ your language seems clearer. നിങ്ങളുടെ ഭാഷ വ്യക്തമായി മാറും. Oh, your attitude towards others will change. മറ്റുള്ളവരോടുള്ള നിങ്ങളുടെ മനോഭാവം തന്നെ മാറും. Because the love of Christ is going to overshadow you. കാരണം ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളുടെ മേൽ നിഴലിടും. Then you are going to look the state of Kerala in an eye with the eyes. അപ്പോൾ നിങ്ങൾ ലൗകികമായ കണ്ണുകളോടുകൂടി അല്ല ഈ കേരള സംസ്ഥാനത്തെ Oh Lord, these brothers who are not here, they need Christ. അപ്പോൾ നമ്മൾ പറയും, ദൈവമേ ഇവിടെ ഇല്ലാത്ത ഈ സഹോദരങ്ങൾ അങ്ങേ അവർക്ക് ആവശ്യമുണ്ട്. Oh, use me somehow, God. ദൈവമേ എങ്ങനെയെങ്കിലും അവർക്ക് വേണ്ടി എന്നെ So ഉപയോഗിക്കണമേ. I can bring them out of the lake of fire. അങ്ങനെ അവരെ തീച്ചൂളയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ എനിക്ക് കഴിയും. My Jesus on the cross of Calvary. യേശു കാൽവരി ക്രൂശിൽ പറഞ്ഞു. Oh, when he was dying, he wasn't thinking of himself. അവൻ മരിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു. Oh, he wasn't thinking of himself. അവൻ തന്നെ കുറിച്ചല്ല ചിന്തിച്ചത്. Oh, he was thinking about all of us today. ഇന്ന് ഇവിടെയുള്ള നമ്മെ ഓരോരുത്തരെ കുറിച്ചാണ് യേശു ക്രൂശിൽ ചിന്തിച്ചത്. And he was thinking about the kids who are not born yet. അതുവരെ അന്നുവരെയും ജനിക്കാത്തവരെ കുറിച്ചും അവൻ ചിന്തിച്ചു. Because this Satan is going to ravage through the earth. കാരണം പിശാചി ലോകത്തെ ഭരിക്കുകയാണ്. So therefore he was thinking of us at the cross of Calvary. അതുകൊണ്ട് ക്രൂശിൽ പടഞ്ഞു മരിക്കുമ്പോഴും ക്രിസ്തു നമ്മെ കുറിച്ചാണ് ചിന്തിച്ചത്. The Bible says he shall do greater things than I. ബൈബിൾ നമ്മെ ഓർപ്പിക്കുന്നത് ഞാൻ ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. The reason, the compassion of Jesus. യേശു ക്രിസ്തുവിന്റെ ദയയുടെ കാരണം. Oh, when he sees people who are sick. രോഗികളായ മനുഷ്യരെ അവൻ കാണുമ്പോൾ, Oh, he is not saying is the salvation come through you or not. നിങ്ങളുടെ വായിലെ വാവുകൊണ്ട് ഏറ്റു പറയുമ്പോൾ രക്ഷ Oh, ഉണ്ടാകുമെന്നല്ല പറയുന്നത്. hallelujah, the compassion came through. അപ്പോൾ യേശുവിന് അവരോട് അലിവുണ്ടാകുകയാണ്. Oh, he touches people and he heals. യേശു അവരെ തൊട്ട് സൗഖ്യമാക്കുന്നു. That same God is in power today. അതേ ദൈവം തന്നെയാണ് ഇന്നും If you ഭരിക്കുന്നത്. are off the ground, നിങ്ങൾക്ക് ഈ ഭൂമി നിലത്തൊന്നും ഉയരണമെങ്കിൽ, and if you are off the ground, the Holy Spirit will come through you. അങ്ങനെ നിങ്ങൾ തയ്യാറാകുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളിലൂടെ
എന്നിലൂടെ പ്രവർത്തിക്കും. Oh, when you pray, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ the Holy Spirit will take over. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കും. Oh, the healing power will go through. സൗഖ്യമാക്കുന്ന ശക്തി നിങ്ങളിലേക്ക് And വ്യാപരിക്കും. the nation will heal. അങ്ങനെ രാജ്യങ്ങൾ സൗഖ്യമാകും. If the nation heals, രാജ്യങ്ങൾ സൗഖ്യമാകുന്നുവെങ്കിൽ automatically they will come to their knees. അവർ സ്വാഭാവികമായും മുഴങ്കാലികൾ ക്രിസ്തുവിലേക്ക് വരും. Oh, hallelujah. ഹല്ലേലൂയ. Let us pray. നമുക്ക് പ്രാർത്ഥിക്കാം. Let God use this organization ഈ സംഘടനയെ ദൈവം ഉപയോഗിക്കാൻ പ്രാർത്ഥിക്കാം. not for just being comfortable in our seats, നാം ജീവിക്കുന്നിടത്ത് സുഖമായി കഴിയുവാനല്ല. but you can look up every single person who was walking by. നിങ്ങളുടെ ചുറ്റുപാട് നടക്കുന്ന സകലരെയും നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. There's a story of a rich man and a Lazarus. ആ ധനികനായ മനുഷ്യന്റെയും ലാസറിനെ കുറിച്ചുള്ളൊരു കഥയുണ്ട്. Oh, the Lazarus was sitting in a comfortable place. ഇവിടെ ലാസർ ഒരു സുഖകരമായ അവസ്ഥയിലല്ലായിരുന്നു. The rich man was saying that I need some water. ഇവിടെ ധനികനായ മനുഷ്യൻ ലാസറിനോട് പറയുകയാണ്, എനിക്ക് ദാഹിക്കുന്നു, വെള്ളം വേണം. And after all of that conversation, he said, at least my brothers up there, somebody go and tell them. ആ സംഭാഷണത്തിനൊടുവിൽ ലാസറിനോട് പറയുന്നത്, അവിടെയുള്ള എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ആരെങ്കിലും ചെന്നതിനെ കുറിച്ചൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ. Though somebody is you. ആ ആരെങ്കിലും എന്ന് പറയുന്നത് നിങ്ങളെ That somebody ഉദ്ദേശിച്ചാണ്. is you. നിങ്ങളാകണം ആ ആരെങ്കിലും എന്ന My വ്യക്തി. master and savior is coming soon. എന്റെ രക്ഷിതാവും യജമാനനുമായവൻ But വീണ്ടും you are മടങ്ങി that വരും. somebody. നിങ്ങളാണ് ദൈവം കണ്ട There are മനുഷ്യൻ. a lot of rich people who could not make it. അത് ആ രക്ഷ പ്രാപിക്കുവാൻ കഴിയാത്ത ധാരാളം But ധനികർ today ചുറ്റുപാടുമുണ്ട്. today you can impact. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് അവരെ സ്വാധീനിക്കാൻ കഴിയും. Today you can say there is a master and savior who can save you. നിങ്ങൾ രക്ഷിക്കുവാൻ കഴിയുന്ന ഒരു രക്ഷിതാവുണ്ടെന്ന് അവരോട് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ കഴിയും. As long as you don't believe in your own power. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശക്തിയിൽ ഇനി ആശ്രയിക്കാത്ത പക്ഷം, Oh, if you say the Holy Spirit can. പരിശുദ്ധാത്മാവിന് കഴിയുമെന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ, Oh, let it be the glory of God. അങ്ങനെയെങ്കിൽ ദൈവത്തിന് മഹത്വമായി Let മാറട്ടെ. his name lifted up in this earth. ഈ ഭൂമിയിൽ അവന്റെ നാമം ഉയരട്ടെ. Let the thousands worship him today. ആയിരങ്ങൾ ഇന്ന് അവന്റെ അടുക്കൽ വന്ന് അവനെ ആരാധിക്കട്ടെ. Can you say like in a book of Isaiah chapter 6, send me Lord. ഐശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, ദൈവമേ അടിയനെ അയക്കണമേ എന്ന് Can you പറയുവാൻ say today, കഴിയുമോ? send me Lord. ദൈവമേ എന്നെ അയക്കണമേ എന്ന് I പറയുവാൻ want to കഴിയുമോ? impact this nation. ഈ ലോകത്തെ രാജ്യത്തെ സ്വാധീനിക്കുവാൻ ഞാൻ തയ്യാറാണ്. My Christian brothers and sisters are suffering in this nation. ഈ രാജ്യത്ത് നമ്മുടെ ക്രിസ്തു സഹോദരി സഹോദരന്മാർ കഷ്ടം അനുഭവിക്കുകയാണ്. Like in the Garden of Eden. ഏദൻ തോട്ടത്തിൽ സംഭവിച്ചതുപോലെ. Oh, that serpent decided to deceive Eve. ഇവിടെ ഹവ്വയെ ഉപായത്താൽ നശിപ്പിക്കുവാൻ സർപ്പം വന്നതുപോലെ Oh, there are a lot of people who are in suffering. ഇന്ന് ധാരാളം ആളുകൾ കഷ്ടതയിൽ കഴിയുന്നു. My brothers and sisters, എന്റെ പ്രിയ സഹോദരി have സഹോദരന്മാരെ, passion for them. അവരെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സലിവുണ്ടാകണം. Don't judge them. അവരെ വിധിക്കണ്ട. Don't say that they are going in that way. അവരവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങനെ ആയെന്ന് പറയണ്ട. Satan, the liar, വഞ്ചകനായ വ്യാജം പറയുന്ന പിശാച് sitting on them, അവൻ അവരുടെ മേൽ കർത്തൃത്വം നടത്തുകയാണ്. and telling them, go ahead and do it. നിങ്ങൾ കുഴപ്പമില്ല, അങ്ങനെ തന്നെ ജീവിച്ചോ എന്ന് പറയുകയാണ്. You are the interceders. എന്നാൽ അവർക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കേണ്ടവൻ You are നിങ്ങളാണ്. the interceders. നിങ്ങളാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടുന്ന വ്യക്തി. Oh, God can use you ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കുവാൻ to കഴിയും. bring glory to his name. തന്റെ മഹത്വത്തിന് വേണ്ടി ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കുവാൻ കഴിയും. Every time when Satan is defeated, my king goes higher. എപ്പോഴൊക്കെ പിശാച് തോൽപ്പിക്കപ്പെടുന്നു അപ്പോഴൊക്കെയും ദൈവത്തിന് നാം മഹത്വപ്പെടുകയാണ്. Aren't we here to lift up my king? ഞാൻ ഇവിടെ എന്റെ രാജാവിനെ ഉയർത്തുവാൻ വന്നിരിക്കുന്നു. Oh, my king needs to be lifted up. എന്റെ രാജാവിന്റെ നാമത്തെ ഞാൻ ഉയർത്തേണ്ടതുണ്ട്. 2026 rolling about. 2026 എന്നുള്ളത്, Oh, one of these days my master and savior is going to come. ഈ നാളുകളിൽ നമ്മുടെ രക്ഷിതാവും കർത്താവുമായവൻ മടങ്ങി വരും. But at least have a covenant with God. നമുക്ക് ദൈവവുമായി ഒരു ഉടമ്പടി ബന്ധമുണ്ടാകണം. As God put me into this state, let God use me. നമ്മുടെ ഉടമ്പടി ഇതായിരിക്കണം, ദൈവമേ അങ്ങ് എന്നെ ആക്കിയ ഈ സംസ്ഥാനത്ത് അങ്ങയുടെ മഹത്വത്തിനായി എന്നെ ഉപയോഗിക്കണമേ.